2007 ഏപ്രിൽ മാസം പാലക്കാടിന്റെ ആത്മീയ ചരിത്രത്തിലേക്ക് ഒരു പൊൻതൂവലെഴുത്തായി ശാന്തി മഹോത്സവം അരങ്ങേറി. ബ്രഹ്മകുമാരീസിന്റെ പാലക്കാട് ശാഖയുടെ സേവന പ്രവർത്തനങ്ങളുടെ പുതിയൊരധ്യായം തുറന്നുകൊണ്ട് ശിവജ്യോതി ഭവന്റെ ഉദ്ഘാടനവും ധ്യാന മഹോത്സവവും അരങ്ങേറി. മഹാതപസ്വിനി രാജയോഗിനി ബ്രഹ്മകുമാരി ദാദി ഹൃദയമോഹിനിജി ഈ മഹോത്സവത്തെ ധന്യമാക്കുവാൻ വേണ്ടി പാലക്കാട്ടിൽ എത്തിച്ചേർന്നു. ജ്യോതി സ്വരൂപൻ ശിവൻ, പതിത പാവനൻ ശിവൻ, സച്ചിദാനന്ദ സ്വരൂപൻ ശിവൻ, പാപവിനാശകൻ ശിവൻ, മുക്തിദായകൻ ശിവൻ. यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्युर्मुक्षीयमामृतात्। ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्युर्मुक्षीयमामृतात्।
शङ्करा नाथ शरीरापरा वेद विहाराहरा जीवेश्वरा शङ्करा नाद शरीरापरा वेद विकारागरा जीवेश्वरा शङ्करा विलक्षण रागमे योगमणि गानमु नीवनि गानमे नीतनि गानमे गानमणि मौन विचक्षण गान विलक्षण रागमे योगमणि जीवन ज्योत जागर है सत्यं शिवं सुंदरं सत्यं शिवं सुंदरं सत्यं शिवं सुंदरं सुंदरं என்றழைக்காத உயிரில்லையே அம்மாவை வணங்காத உயர்வில்லையே அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காத உயர்வில்லையே நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காத உயர்வில்லையே அபிராமி சிவகாமி கருமாரி மகமாய் திருக்கோயில் தெய்வங்கள் நீதானம்மா அன்னைக்கு
அன்றாடம் அபிஷேகம் அலங்காரம் புரிகின்ற சிறு தொந்தன் நான் தானம்மா. பொருளோடு புகழ் வேண்டும் மகனல்ல தாயேவும் அருள் வேண்டும் எனக்கென்றும் அது போதுமே. அடுத்திங்கு பிறப்பொன்று அமைத்தாலும் நானுந்தன் மகனாக பிறக்கின்ற வரம் வேண்டுமே. அதை நீயே தருவாயே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே. वन्दे मातरम् तेरा जैसा कोई नहीं है, नहीं बात में दुनिया घुमाए, नहीं काहे तेरा कोई नहीं. मैं गया जहां बस तेरी याद थी, जो मेरे पास थी तुझको तड़पा फिर लाती. सबसे प्यारी तेरी सूरत प्यार है, बस तेरा प्यार ही. माँ तुझे सलाम, माँ तुझे सलाम, माँ तुझे सलाम. वंदे मातरम, वंदे वंदे मातरम, वंदे मातरम. ശാന്തി സൗഭാഗ്യങ്ങളഖിലമുൾക്കൊള്ളും മാനവ സംസ്കാര പൈതൃക സ്രോതസ്സിൻ സത്തയുണരുന്ന സഹസ്രാബ്ദ മഹസ്സിന്നു സ്വാഗതമരുളാൻ സത്യശിവ സൗന്ദര്യങ്ങളുണർന്നു. സത്യം ശിവം സുന്ദരം. Takita, tikita, tokita, nakita, tadim, kita tom, tadim, kita tom, tadim, kita tom. Tajam, 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 tati kita tom, tajam, tati kita tom, tajam, tati kita tom. Tarikita tom, tarikita tom, tarikita tarikita tom. ശാന്തി സൗഭാഗ്യങ്ങൾ അഖിലമുൾക്കൊള്ളും മാനവ സംസ്കാര പൈതൃക സ്രോതസ്സിൻ സത്തയുണരുന്ന
സഹസ്രാബ്ദ മഹസിനു സ്വാഗതമരുളാൻ സത്യശിവ സൗന്ദര്യങ്ങൾ ഉണർന്നു. സത്യം ശിവം സുന്ദരം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. സ്വാഗതം 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 ശുഭ സ്വാഗതം ശുഭ സ്വാഗതം 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 ശുഭ സ്വാഗതം. വിശ്വസ്നേഹത്തിൻ ദൂതുമായി വന്ന വിശ്വമാതാവിന് ശുഭസ്വാഗതം. വിശ്വവൃന്ദാവനം രചിക്കുവാൻ വന്ന വിശ്വമാതാവിന് ശുഭസ്വാഗതം. വിശ്വസ്നേഹത്തിൻ ദൂതുമായി വന്ന വിശ്വമാതാവിന് ശുഭസ്വാഗതം. വിശ്വവൃന്ദാവനം രചിക്കുവാൻ വന്ന വിശ്വമാതാവിന് ശുഭസ്വാഗതം. സ്വാഗതം സ്വാഗതം ശുഭസ്വാഗതം. സ്വാഗതം സ്വാഗതം ശുഭസ്വാഗതം. സ്വാഗതം സ്വാഗതം ശുഭസ്വാഗതം. വശ്യസ്മേരത്തിൻ ദീപ്തിയുമായി വന്ന വശ്യമോഹന യോഗിനി. വശ്യസ്മേരത്തിൻ ദീപ്തിയുമായി വന്ന വശ്യമോഹന യോഗിനി. അശ്വമേധയജ്ഞം ജയിക്കുവാൻ വന്ന യശസ്വിനി ഹൃദയമോഹിനി. അശ്വമേധയജ്ഞം ജയിക്കുവാൻ വന്ന യശസ്വിനി ഹൃദയമോഹിനി. വിശ്വസ്നേഹത്തിൻ ദൂതുമായി വന്ന വിശ്വമാതാവിന് ശുഭസ്വാഗതം. വിശ്വവൃന്ദാവനം ജയിക്കുവാൻ വന്ന വിശ്വമാതാവിന് ശുഭസ്വാഗതം. സ്വാഗതം സ്വാഗതം ശുഭസ്വാഗതം. സ്വാഗതം സ്വാഗതം ശുഭസ്വാഗതം. गणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा.
का झंडा ऊंच महान, शिव का सदा होगा सम्मान। सर्व का पिता वो शिव भगवान, शिव का ज्ञान करे कल। स्नेह स्वरूपिणी, शक्ति स्वरूपिणी, പല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സ്നേഹമൂർത്തി, പവിത്രതയുടെ ഒരു പ്രതീകം, സ്നേഹസ്വരൂപമായി മഹാതപസ്വിനി, രാജയോഗിനി, ഹൃദയമോഹിനി ജി, ദാദി ഗുൽസാർ എന്ന് വളരെ സ്നേഹമായിട്ട് ബ്രഹ്മകുമാര സഹോദരി സഹോദരന്മാർ അറിയുന്നു. ആ ദാദിജി നമുക്ക് വരദാനങ്ങൾ നൽകുവാനാണ് ഇവിടെ എത്തിയിരിക്കുന്നു. ആ മഹാതപസ്വിനിയെ ഞാൻ ഹൃദയപൂർവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കരുണാജി ഇന്നു അവർകളെയും സഹോദരിമാരെയും വളരെ We have collected here to celebrate the festival of peace. A question would arise, why Brahma Kumaris are celebrating peace as a festival? Because when you do something commonly as a community, you have to celebrate it as a festival. Just as in Kerala we celebrate Onam, all people, young and old, rich and poor, villagers and citizens, they all celebrate jointly. Similarly, peace is something which has to be jointly celebrated. This is because peace cannot be either had or sustained in isolation. It is said that no man is an island. We cannot have peace unless we have peace in the family, peace in our neighborhood, peace in the society, even peace in natural elements. That is why if peace has to come, it has to come for all. Otherwise, we cannot expect to have peace for myself or any individual. And the happiest news, I think the happiest news in contemporary history of mankind is today, this evening, this is what Brahma Kumaris are giving, and that is peace is coming. Peace must come, and it is coming sooner than we think. Since it is human beings who are to be actors on the world stage, and God is the creator and the director only, God does not directly come in this world to play a role as an actor. So it is we human beings who have to re-imbibe these qualities. So all of us has got an opportunity now to be
instruments of God in re-establishing the pure world for ourselves and others by becoming God's helpers. So the basic spiritual law, as you sow, so you harvest, operates right through the word drama. Those who have created the word of thorns, they are going to harvest thorns very soon. And now God is creating a nursery of souls who are volunteering themselves so that they sow the seeds of positive values. The writing is clear on the wall that this wretched world cannot go on for long, and it is for us to choose whether we want to join the spiritual army of God or the destructive army of demons. Om Shanti. ഓം ശാന്തി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ധ്യാനം അത് നമ്മെ ശാന്തിയുടെ ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഇന്നത്തെ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സ് ശാന്തമല്ലാത്തതാണ്. അവിടെ ഇവിടെ ചിന്നിച്ചിതറിപ്പോകുന്ന ആ ചിന്തകളെ നമുക്കെന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഏകാഗ്രമാക്കിക്കൂടാ? ഓം ശാന്തി. ഞാൻ എൻ്റെ ചിന്തകളെ എന്നിലേക്ക് ഞാൻ എന്ന ആത്മശക്തിയിലേക്ക് ഏകാഗ്രമാക്കുന്നു. പുറത്തുള്ള യാതൊരു ശബ്ദവും ഇപ്പോൾ എന്നെ ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ എത്രയോ ശാന്തമാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു ആത്മീയ യാത്ര നടത്തുന്നു. ആത്മചൈതന്യത്തിൻ്റെ ഉള്ളിലേക്ക്. ആഴക്കടൽ എങ്ങനെ ശാന്തമാണോ അതുപോലെ എൻ്റെ മനസ്സും ശാന്തമാണ് എന്ന് ഞാൻ കണ്ടെത്തുന്നു. ശാന്തിയുടെ ഉറവിടം എൻ്റെ മനസ്സ് തന്നെയാണ്. എൻ്റെ മനസ്സിനുള്ളിലെ ഒരു അമൂല്യനിധിയാണ് ശാന്തി. ഞാൻ തന്നെ ശാന്തിയാണ്. ഇനി മെല്ലെ മെല്ലെ ഞാൻ എൻ്റെ ചിന്തകളെ ശാന്തിയുടെ ലോകത്തേക്ക് കൊണ്ടുചെല്ലുന്നു. ഭൂമിയും ആകാശവുമെല്ലാം കടന്നു ഞാൻ മുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. എത്ര ശാന്തമായ അവസ്ഥ! എല്ലാ ഭാരവും കളഞ്ഞ് ഞാൻ എൻ്റെ ദേശത്തെത്തിയിരിക്കുന്നു. ഈ ശാന്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തും. ഓം ശാന്തി. It is my pleasure today to give you the introduction of this international organization, Brahma Kumaris. I lived with the founder for 9 years. He has seen 3 visions. One is the great Third World War or the final destruction of this world. The second one is the Golden Age. The third vision he had is one God. He asked with God what I should do. As
He has already said in Bhagavad Gita, God said, it is my job to change this world from hell to heaven. You all have to follow what I said. The first thing God did was, He established Brahma Kumaris to do this job. It's not new because the Bharat is only the land which is called motherland. We have heard the praise of mothers, Vande Mataram, several times today also. The organization he started in 1936, today it is a world organization spreaded in 130 countries. There are more than 8 lakh families who are practicing and teaching this principle of the organization. What they are preaching, basically, I would like to give you in 3 words. The first thing, they believe in world as one family, Vasudeva Kutumbakam. The second principle, they believe in one God. The whole world is divided into different religion and different faith, and this is the time where they are giving the real truth that God is one. The third principle they believe, we were all once deities with full of values. Nara as Narayana, Nari as Lakshmi. So they again preach or teach or practice how to become Nara as Narayana, Nari as Lakshmi. Therefore, we are holding these type of programs all over the world just to give these 3 fundamental principles to the world. I believe all of you will try to follow the promises of God that He is again establishing the golden age for us. Satyam, Shivam, Sundaram, Om Shanti. Rajyogini Tapaswini Dadi Hriday Moini ji, a great Tapaswini of 71 years. She has travelled all the way from Mount Abu in Rajasthan to be with us here today in this state of Kerala. Dadiji's personality has many qualities. Just a few to mention. All of you also, as you saw her coming in the stadium, you must have noticed them. She is simple but royal. Her speech is very sweet but powerful. She is always light and happy. Everyone finds it very easy to meet her and talk to her. She always thinks of herself as an instrument, a server, a trustee. But all the people who come in contact with her say she is an angel. She is a leader by example, a leader who has lived her life the way she wants others to be. Yes, she is a messenger of hope, joy, enthusiasm, peace and purity. We have often heard God made man in His own image. I would say Supreme Father has carved Dadiji in His own image. It creates wonders in the minds of many
how she is like this, how she maintains her peace and purity throughout. In a short while, she will be sharing with us the secrets of peace. Thank you. ओम शांति। എല്ലാവരും പറയൂ. आज आप सभी अपने भाई और बहनों को शांति प्रिय आत्माओं को देख हमें बड़ी खुशी हो रही है कि आप सभी शांति के महत्व को जानते हो और अपने जीवन में शांति प्राप्त करने के इच्छुक हो। जिस शांति को हम चाहते हैं, अशांति हुई क्यों? चाहते शांति को है, लेकिन अशांति क्यों हुई उसके कारण को जानते हो? क्योंकि जब तक कारण को नहीं जानते तो निवारण होना मुश्किल होता है। अशांति का कारण एक ही छोटी सी बात है। कारण यही है कि हम अपने आप को ही भूल गए हैं। व्हाट एम आई, मैं कौन हूँ, इसको ही भूल गए। वैसे तो आप कहेंगे कि हम तो अपने को जानते हैं, हम फलाने हैं, हम ये है, हम ये है। लेकिन आप सोचिए, आप सारे दिन में दो शब्द बार बार बोलते हो, एक मैं और दूसरा मेरा। आप सोचिए, आप शरीर के लिए कभी भी बोलते हो मानो आपके बाहों में दर्द है, तो आप कभी भी गलती से भी नहीं बोलेंगे कि आज मैं बाहों में दर्द हूँ, नहीं कहेंगे। मेरे बाहों में दर्द है, मेरी आँखों में आज कुछ तकलीफ़ है, मेरा मेरा कहते हैं शरीर के लिए, मैं नहीं कहते। तो शरीर तो हो गया मेरा, लेकिन मेरा कहने वाला मैं कौन? मन के लिए भी हम कहते हैं मेरा मन आज अशांत है, मैं मन अशांत हूँ नहीं कहते हैं। तो मैं इन सब का मालिक कौन हूँ, यही हम भूल गए। परम पिता परमात्मा हम आत्माओं को यही सुना रहे हैं कि आप ये शरीर नहीं हो, लेकिन आप इस शरीर के मालिक आत्मा हो। और आत्मा ज्योति बिंदु है। तो आत्मा समझने से हम मालिक हैं इस शरीर के, मन के, बुद्धि के, संस्कार के, सबकी आत्मा में मालिक हूँ। ये मालिकपन भूल जाने के कारण, आज शारीरिक भान में आने के कारण ये दुख और अशांति आ गई है। तो मैं कौन हूँ? मैं आत्मा हूँ, और आत्मा ही परमात्मा की संतान है। क्योंकि आप जानते हो कि शरीर को पैदा करने वाला हमारे अलग अलग माँ बाप है, लेकिन हम सब कहते हैं, हमें याद है बचपन में हमको यही स्कूल में सिखाते थे, आपको भगवान ने पैदा किया है, लेकिन भगवान ने किसको पैदा किया ये मालूम नहीं था। अभी परमात्मा ने हमें सुनाया है कि आप आत्मा को मैं रचने वाला बाप हूँ। आज आप अपने जीवन में देखा होगा तो दुख
का कारण क्या होता है? एक तो अपने को आत्मा ये भूल गए, और दूसरा आत्मा भूलने के कारण हम आत्मा में ये विकार जो पैदा हो गए हैं, काम, क्रोध, लोभ, मोह, अहंकार, कभी भी आपके जीवन में दुख हुआ होगा तो आप सोचिए उसका कारण इन 5 में से कोई न कोई होता है। आप देखिए, आप सभी जितने भी बैठे हैं उन सभी में से मेजॉरिटी सबको क्रोध का अनुभव तो होगा। क्रोध करना कोई नहीं चाहता, क्यों कि अनुभव कर चुके हैं कि क्रोध एक आग है। आज मनुष्य की ऐसी समस्या हो गई है जो चाहते नहीं है क्रोध करूं, लेकिन फिर क्रोध कर लेते हैं। तो क्रोध को जीतने का कारण क्या है? क्रोध नहीं कंट्रोल में आता है, इसका कारण ये है कि मैं आत्मा मालिक हूं, ये भूल जाने के कारण चाहते नहीं है क्रोध करना, लेकिन कर लेते। कोई भी दुख की उत्पत्ति होती है तो पहले मन में होती है। मन पहले परेशान होता है, भटकता है। जो आजकल के ज़माने में छोटे बच्चे, बड़े, बूढ़े, मेजॉरिटी यही कहती है कि टेंशन बहुत है, टेंशन बहुत है। लेकिन टेंशन मन में क्यों हुआ? कारण क्या? क्योंकि मैं आत्मा जो मन की मालिक हूँ, क्योंकि मैं कहती हूँ मेरा मन, तो जहाँ मेरा कहा जाता है वहाँ मेरे का मालिक अलग होता है, वो है मैं आत्मा हूँ। इसीलिए आपने देखा होगा कई भाई बहन हमारे को आके ये कहते हैं, बहन जी हम परमात्मा को याद करने बहुत चाहते हैं, लेकिन जब परमात्मा के याद में बैठते हैं तो परमात्मा याद नहीं आता है, और ही और बातें याद आ जाती है। इसलिए तंग हो जाते हैं, तो कहते हैं पता नहीं परमात्मा तो याद आता ही नहीं है, इससे तो और ही बातों में लग जाए। इसका कारण जानते हो? जब परमात्मा हमारा पिता है और अविनाशी है, हर जन्म में हमारे परमात्मा पिता है, लौकिक बाप जो है वो तो एक जन्म का होता है, और परमात्मा हर जन्म का पिता है। उसको याद करने चाहते हैं तो याद क्यों नहीं आता? कारण ये है कि परमात्मा आत्मा का पिता है। तो जिस समय हम परमात्मा के याद में बैठते हैं तो हम आत्मा रूप में परमात्मा को याद करते हैं, या शरीर भान में परमात्मा को याद करते हैं। अगर शरीर के भान में रह के हम परमात्मा को कहते हैं हे प्यारे पिता, मीठा बाबा, बाबा माना पिता, तो उसको बाबा कहते हैं, पिता कहते हैं, लेकिन वो शरीर का पिता है ही नहीं, तो आपको कैसे रिस्पॉन्ड देगा? जैसे देखो आजकल यहाँ बड़े बड़े मंदिर है, तो मंदिर में भी आपने देखा होगा कि चमड़े की चीज ले जाने नहीं देते हैं। तो आप परमात्मा को याद करने चाहते, परमात्मा से मिलने चाहते, तो ये चमड़ी के याद से, चमड़ी के भान में, बॉडी कॉन्शियस रूप में परमात्मा कैसे मिलेगा, कैसे सुनेगा? तो आजकल के ज़माने में क्या कहते हैं? आज दुनिया में 2 बातें ही बहुत आवश्यक है, एक चमड़ी, दूसरी दमड़ी। तो इसीलिए अगर आप दुख शांति खत्म करने चाहते हो तो हम आपको यही छोटी सी अनुभव के आधार पर बात कहेंगे
कि पहले मैं कौन हूँ, मैं आत्मा हूँ, इस स्मृति में रहेंगे तभी आपका दुख अशांति दूर हो सकेगा। और दूसरी बात, वास्तव में देखा जाए तो संसार में दुख तो है क्योंकि अपने आप को भूल गए हैं, लेकिन एक दुनिया में कहावत है कि कभी भी दुख न दो न दुख लो। तो आप अपने जीवन में चेक करो तो दुख देना तो आपके हाथ में नहीं है, देने वाला दूसरा होता है, लेकिन देने वाला एक होता है, लेने वाला दूसरा होता है। तो जब कोई दुख देता है तो लेने वाले तो आप हो ना, वो देने वाला है, लेने वाला नहीं है। लेने वाले आप हो तो आप लेते क्यों हो? ये आपकी गलती नहीं है। दुख लेना बंद कर दो, क्योंकि होता क्या है, जो दुख देने वाला है ना, वो तो दुख दे करके अपना गुबार निकाल लिया ना, तो वो तो जाके आराम से सो जाता है, परेशान नहीं होता। लेकिन लेने वाला जो है वो कितना परेशान होता रहता है। इसीलिए अगर आपको दुख लेना नहीं है तो आधा दुख आपका न लेने से खत्म हो सकता है। आपके जीवन में काफी सुख, शांति और खुशी अनुभव होती रहेंगी। ओम शांति, ओम शांति। ബ്രഹ്മകുമാരി സഹോദരിമാരെ, സഹോദരന്മാരെ, കേരളത്തിലെ ഈ സ്ഥാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകന്മാരും ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. വളരെ അധികം ആത്മാർത്ഥതയോടുകൂടി, ദൈവവിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി നിങ്ങളിവിടെ വന്നു ചേർന്നതാണ്. പ്രധാനപ്പെട്ട പ്രഭാഷണവും അനുഗ്രഹ ആശംസകളും കേട്ടുകഴിഞ്ഞു. ഈ സമ്മേളനത്തിനുള്ള ഒരു പ്രധാന പ്രത്യേകത ഫെസ്റ്റിവൽ ഓഫ് പീസ് എന്നാണ്. സമാധാനം മനുഷ്യരിലുണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനിവിടെ വന്നത് അമ്മയെ കാണാനാണ്, നിങ്ങളെ കാണാനാണ്. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ചില ചിന്തകൾ ഞാനൊരു ചെറിയ കവിതയായിട്ട് ഇവിടുന്ന് പുറത്തുനിന്നും ഈ വേദിയിലും വെച്ച് ഞാൻ കുറിച്ചെടുത്ത കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ വിശ്വവിദ്യാലയത്തിൻ വരാന്തയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അന്തിച്ചു നിൽക്കേ, നന്മയുടെ വസന്തം കാണുവാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ പ്രാർത്ഥിച്ചു നിൽക്കവേ, ഒരു പുഞ്ചിരി പൂവിടരുന്നു മെല്ലെ, ആ മാതൃവചനം മുഴങ്ങുന്നു കാതിൽ. ആ ശാന്തി മന്ത്രത്തിൻ്റെ സാന്ത്വനം കേട്ടു ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശ്വരീയത്തിൻ്റെ മധുര നിമിഷങ്ങളിൽ ദാദിയുടെ ഹൃദയം മുഴങ്ങുന്ന വാക്കുകൾ. നിന്മനം നന്മയാൽ നിറയട്ടെ കുഞ്ഞേ, നിന്നിലൂടെ ഈ ലോകമാകവേ ഉണരുവാൻ. നിന്മനം നന്മയാൽ നിറയട്ടെ കുഞ്ഞേ, പരിവർത്തനങ്ങൾ മനസ്സിൽ നടക്കണം. ഈ പരിവർത്തനം കൂടെ നടക്കണം, നിന്നിലൂടെ നടക്കണം.
പരിവർത്തനങ്ങൾ മനസ്സിൽ നടക്കണം. വിശ്വപരിവർത്തനം നിന്നിലൂടെ നടക്കണം. ആത്മവിശ്രാന്തിതൻ ദേവോത്സവത്തിലൂടാവട്ടെ ഹൃദയ പരിവർത്തനം. ഞാനെന്ന സത്യം ഞാനറിഞ്ഞു. ഞാനെൻ മനസ്സിൻ്റെ വാതിൽ തുറന്നുകൊണ്ടമ്മയെ നോക്കി നിൽക്കേ. ഞാനെൻ മനസ്സിൻ്റെ വാതിൽ തുറന്നുകൊണ്ടമ്മയെ നോക്കി നിൽക്കേ. എൻ്റെ ഹൃദയത്തിൽ ആദിത്യ ഹൃദയം ജപിച്ചുകൊണ്ടമ്മയെ കണ്ടു നിൽക്കേ. ഞാനെന്ന സത്യം തിരിച്ചറിഞ്ഞു. ഞാൻ ഈ വിശ്വമെല്ലാം ഞാനെന്നറിഞ്ഞു. ഒരു സ്നേഹമന്ത്രമായി ഞാൻ ഉണർന്നു. അമ്മേ എന്നു ഞാൻ കേണു. ദാദിയുടെ വാക്കുകളിൽ ആനന്ദമധുരം. ദാദിയുടെ നോട്ടത്തിൽ ഒരു സ്വർണസന്ധ്യ. കലിയുഗ വിനാശത്തിനപ്പുറം കാണുന്ന സ്വർണിമയുഗത്തിൻ സുവർണ സന്ധ്യ. അവിഭക്ത ഭാരതം വിശ്വത്തിനേകിയ സാന്ത്വന സ്വപ്നത്തിനമൃതസന്ധ്യ. ഈ വിശ്വവിദ്യാലയത്തിൻ്റെ മുന്നിൽ ഞാൻ ഒരു കുഞ്ഞിനെ പോലെ അന്തിച്ചു നിൽക്കവേ ഞാനെന്ന സത്യം ഞാനറിഞ്ഞു. ഈ ധ്യാനത്തിന് ശേഷം ഞാൻ കുറിച്ചു, ഇപ്പോഴൻ കനവിലെ കടലുകൾ ശാന്തം. ഇപ്പോഴൻ കനവിലെ കടലുകൾ ശാന്തം. ഇപ്പോഴൻ സ്വപ്നങ്ങൾ ശാന്തം. ഇപ്പോഴൻ ഉള്ളിലെ നാമങ്ങൾ ശാന്തം. ഇപ്പോഴൻ കനവിലെ കടലുകൾ ശാന്തം. ഇപ്പോഴൻ സ്വപ്നങ്ങൾ ശാന്തം. നാമങ്ങൾ ശാന്തം. ശൗര്യങ്ങൾ ശാന്തം. പൗരുഷം ശാന്തം. ഞാൻ അലിഞ്ഞലിഞ്ഞില്ലാതെയാകുന്ന നിമിഷം ഇപ്പോഴൻ കനവിലെ കടലുകൾ ശാന്തം. ഞാൻ അലിഞ്ഞലിഞ്ഞില്ലാതെയാകുന്ന നിമിഷം പൂർണ്ണമാം സ്നേഹമായി ഒഴുകുന്ന നിമിഷം. അമ്മേ 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 എന്നു ഞാൻ കേണു. അമ്മേ അമ്മേ എന്നു ഞാൻ കേണു. അമ്മേ 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 അമ്മേ. നമസ്തേ. എനിക്ക് പറയാനുള്ളത് ഗദ്യത്തിലല്ല പദ്യത്തിലാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സുവർണ നിമിഷം, കലിയുഗത്തിന് അപ്പുറത്തേക്കുള്ള ഒരു സ്വർണ്ണ യുഗത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞു. നമ്മൾ സ്നേഹത്തിൻ്റെ അനന്തമായ ലോകത്തിലേക്ക് ഈ ധ്യാന നിമിഷത്തിലൂടെ കടന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് പരിപൂർണ ശാന്തി ഉണ്ടാവട്ടെ. എല്ലാ ക്രോധങ്ങൾക്കും അകലെ. നമ്മൾ പലപ്പോഴും മത സംരക്ഷണത്തിന് നമ്മൾ ആയുധങ്ങളാണ് എടുക്കുന്നത്. സംരക്ഷണത്തിന് ഒരിക്കലും ആയുധം സഫലമായ ഒരു സംഭവമല്ല. മതസംരക്ഷണത്തിന് മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സ് ശാന്തമാവട്ടെ, സ്നേഹപൂർണ്ണമാവട്ടെ. അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു, നമസ്കരിക്കുന്നു, നമസ്കരിക്കുന്നു. സർവജ്ഞനായ ഈശ്വരൻ ഇങ്ങനെയൊരു സുദിനം നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നതിന്, പ്രത്യേകിച്ചും പാലക്കാടൻ ജനതയ്ക്ക് സമ്മാനിച്ചതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദ്യം ആ സർവേശ്വരന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്, സർവശക്തിവാനായ ഭഗവാന് ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദരണീയനായ ബഹുമാന്യനായ ശ്രീ ശങ്കരനാരായണൻ അവർകൾ
ഈ പ്രോഗ്രാമിന് വരാമെന്ന് സമ്മതിച്ചു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി വിശേഷിച്ചും നാഗാലാൻഡിൽ നിന്ന് ഇത്ര ദൂരം എത്തിച്ചേർന്ന് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശ്രീ ആദരണീയനായ നാഗാലാൻഡ് ഗവർണർ ശ്രീ ശങ്കരനാരായണൻ സാർ അവർക്ക് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് രാജസ്ഥാൻ മൗണ്ട് അബുവിൽ നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ പാലക്കാടൻ മണ്ണിലേക്ക്, ഈ ചെറിയ ജില്ലയിലേക്ക്, ഈ കാർഷിക ജില്ലയിലേക്ക് മണ്ണിനെയും മനസ്സിനെയും ഒരേപോലെ സ്നേഹിക്കുന്ന പാലക്കാടൻ ജനതയ്ക്ക് ശാന്തിയുടെ സന്ദേശവുമായി, ശാന്തിയുടെ മന്ത്രധ്വനിയുമായി എത്തിയ പരമാദരണീയ സംപൂജ്യ ദാദിജിക്ക് പാലക്കാടൻ ജനതയുടെ ഓരോരുത്തരുടെയും പേരിൽ, ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ ഹൃദയംഗമമായ നന്ദി നന്ദി നന്ദി. ദാദിജി, ആപ്കോ ദിൽ സേ ബഹുത് ബഹുത് ശുക്രിയ ശുക്രിയ ശുക്രിയ. ദൈവസിദ്ധമായ കലയിലൂടെ നമുക്ക് മുന്നിൽ പ്രകടിപ്പിച്ചു ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് അവർക്കും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന സീനിയറായ രാജയോഗിമാർ ശ്രീ ബ്രിജോഗൻ ഭായ്ജി, ശ്രീ കരുണ ഭായ്ജി വേദിയിലിരിക്കുന്നുണ്ട്. ഈ സീനിയർ രാജയോഗിമാർ രണ്ടുപേരുടെയും സാന്നിധ്യം ഈ പാലക്കാടൻ ജനതയ്ക്ക് വളരെ ഉയർന്ന ഈശ്വരീയ സന്ദേശം നൽകി, ഈശ്വരൻ നൽകിയ സന്ദേശത്തെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകിയ രണ്ട് സീനിയർ രാജയോഗിമാർക്കും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് മാത്രമല്ല മുഴുവൻ കേരളത്തിൻ്റെ പേരിൽ, തമിഴ്നാട് 2 ജില്ലകളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ മുൻപേ തന്നെ വന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് കലാവതി ബെഹിൻജി, ബിനു ബെഹിൻജി ഇവരെല്ലാവരും, ഇതിനോടൊപ്പം തന്നെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സോണൽ ഓഫീസ് മദ്രാസ്, തമിഴ്നാടിൻ്റെ കണക്ഷനിൽ അനവധി സീനിയർ സഹോദരി സഹോദരന്മാരെത്തിച്ചേർന്ന് അനവധി ദിവസങ്ങളായി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട് 2 ജില്ലകളിൽ നിന്നും വിശേഷിച്ചും സേവനത്തിന് വേണ്ടി എത്തിച്ചേർന്ന ഓരോ ബ്രഹ്മകുമാർ കുമാരിമാർക്കും, വിശേഷിച്ചും പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ പേരിൽ ഹൃദയപൂർവ്വം ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഓരോ മീഡിയയിലെ സഹോദരി സഹോദരന്മാർക്കും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ പ്രത്യേകം 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 നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കും ആരെല്ലാം ഇതിന് സഹയോഗം നൽകിയോ ഓരോരോ വ്യക്തികൾക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി നന്ദി നന്ദി. നമസ്കാരം. ഓം ശാന്തി. തമസിലേതോ തന്ത്രികൾ തീർക്കും തരളരാഗങ്ങൾ, പകർന്ന രാഗവിപഞ്ചിയിലുണരും വിഷാദഭാവങ്ങൾ. തമസിലേതോ തന്ത്രികൾ തീർക്കും തരളരാഗങ്ങൾ, തകർന്ന രാഗവിപഞ്ചിയിലുണരും വിഷാദഭാവങ്ങൾ. പ്രവാചകന്മാർ കൊളുത്തിയ തിരികൾ,
മഞ്ഞുമീറി കരയുന്നു. ധർമ്മക്ഷേത്ര കുരുക്ഷേത്രത്തിൽ ധർമ്മം തേങ്ങിക്കരയുന്നു. പിടഞ്ഞു മണ്ണടിയുന്നു. പിടഞ്ഞു മണ്ണടിയുന്നു. പഞ്ചവികാര കടലിലെരിയുന്നൊരു ചഞ്ചലമാനസവേദികളിൽ സത്യവും അഹിംസയും സ്നേഹവും അലിവും സഹാനുഭൂതിയും മറയുന്നു. तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गाथा, जनगण